കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടാവും. ഓർഗാനിക് കെമിസ്ട്രിയിലെ അമീൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഹായ് ഓൾ, ഞാൻ നന്ദന ബിനോദ്, സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് നെയിംസ് ഡൽഹി. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും കെമിസ്ട്രീനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഓർഗാനിക് കെമിസ്ട്രീനെ എങ്ങനെ കൃത്യമായി പഠിക്കാമെന്നും അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ട നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതുമായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓർഗാനിക് കെമിസ്ട്രിക്കായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് NCERT ആണ്. കൃത്യമായ നോട്ട്സ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഓർഗാനിക് കെമിസ്ട്രി. ഇത് വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ ആണെന്നുള്ളത് മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പോർഷൻ വിൽ ബി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ലൈക്ക് അതിൽ നിന്ന് ഒത്തിരി നമ്മൾ ചിന്തിച്ച് എഴുതാൻ മാത്രം ഒന്നും ഉള്ളത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ആൻസർ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിലെ റിയാക്ഷൻസ് വെറുതെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തത് കൊണ്ട് ഒരു കാര്യമില്ല. അതിലെ മെക്കാനിസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ റിയാക്ഷനിലും അതിൽ ഇന്റർമീഡിയറ്റ് എന്തുകൊണ്ട് വന്നു, അതെന്തുകൊണ്ട് അതിലെ രണ്ട് പ്രോഡക്ട്സ് ഉണ്ടായി, മൈനർ പ്രൊഡക്റ്റ് ഏതാണ്, മേജർ പ്രൊഡക്റ്റ് ഏതാണ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഇതിലെ മെക്കാനിസം എന്താണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം റെസൊണൻസ് ആണോ ഇതിലുള്ളത്, ഹൈപ്പർ കോൺജുഗേഷൻ ആണോ ഇതിലുള്ളത്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണോ ഇതിലുള്ളത്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ റിയാക്ഷനിലും. അപ്പം അതിന് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് റിയാക്ഷൻ മെക്കാനിസം. സോ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഒരു നോളജ് റിയാക്ഷൻ മെക്കാനിസത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പെരിഫറിയിൽ നിന്ന് എന്തെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നും ഇൻ ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു റിയാക്ഷനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ റിയേജൻസും പ്രോഡക്ട്സും മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെ കാറ്റലിസ്റ്റുകളാണ് ഉപയോഗിച്ചത്, ഏത് ടെമ്പറേച്ചറിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്, ഏതാണ് പ്രഷർ, എന്തൊക്കെയാണ് ആ റിയാക്ഷൻ നടക്കാത്ത കണ്ടീഷൻസിലെ ഇന്റർമീഡിയറ്റ് ഏതാണ്, ഈ വക എല്ലാ സംഭവങ്ങളും നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ നോട്ട് പ്രിപ്പറേഷനെ പറ്റി പറയാം. നോട്ട് നിങ്ങൾ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവസാനം എത്തുമ്പോഴത്തേനും NCERT വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ NCERT 1-2 തവണ നല്ലതുപോലെ വായിച്ച് അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിലേക്ക് ആക്കണം. അതാകുമ്പോൾ മോഡൽ എക്സാം ടൈമിൽ വീണ്ടും വീണ്ടും NCERT വായിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഒത്തിരി ടൈം നിങ്ങളുടെ സേവ് ചെയ്യും. ഇനി എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ അമീൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോട്ട്സിന് ഇതുപോലൊരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുക. ഇത് ഞാൻ 2 ഇയേഴ്സ് ബാക്ക് പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങളോട് അതേപടി കോപ്പി ചെയ്യാൻ വേണ്ടി ഒന്നും അല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ സ്വന്തം നോട്ട്സ് ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന വേർഡിങ്സും ഒക്കെ തന്നെ പരിചയമുള്ളതായിരിക്കും. വേറൊരാളുടെ നോട്ട്സ് കോപ്പി ചെയ്യുന്നതിലും നിങ്ങൾക്ക് അവരുടെ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ നോട്ട്സ് നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു 3 കളർ പെൻ വെച്ചിട്ടാണ് എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്: ബ്ലാക്ക്, ബ്ലൂ ആൻഡ് റെഡ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെഡ് വെച്ചിട്ടും സാധാരണ എഴുതി വരുന്ന കാര്യങ്ങൾ ബ്ലാക്ക് വെച്ചിട്ടും, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റുകൾ ഇതൊക്കെ എഴുതുമ്പോഴത്തേനും ബ്ലൂ വെച്ചിട്ടും എഴുതാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാവുന്നതാണ്. പിന്നെ എൻ്റെ നോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, തീരെ ഷോർട്ടാക്കി നോട്ട് എഴുതുന്നത് എൻ്റെ ഒരു രീതി അല്ലായിരുന്നു. ഞാൻ അത്യാവശ്യം എലാബറേറ്റ് ആയിട്ട് തന്നെയാണ് എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നത്. പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും NCERT തുറന്ന് വായിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇൻഫർമേഷൻസിനെ ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ എൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത്. എന്ന് കരുതി വലിച്ചു വാരി അതിൽ ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പം ആ രീതിയിൽ NCERT-നെ ബേസ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. വളരെയധികം ഷോർട്ടാക്കി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിലും അർത്ഥമില്ല, വാരി വലിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിലും അർത്ഥമില്ല. ഇത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നോട്ട്സിനെ മാക്സിമം നീറ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കണം. എന്തെന്ന് വെച്ചാൽ 1-2 തവണ വായിക്കേണ്ട ഒരു നോട്ടല്ല ഇത്. നിങ്ങളുടെ ഒരു വർഷത്തെ ജേർണി കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ നോട്ടിനെ ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പം അവസാനം മോഡൽ എക്സാം ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും ഈ നോട്ടിനെ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം മാക്സിമം നീറ്റാക്കി എഴുതിയാൽ നിങ്ങളുടെ ബുക്ക് തുറക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയും വായിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ മടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.